നമസ്കാരം, രുചികട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വിഭവമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. മട്ടൻ സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ഈവിലായാലും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കുമ്പം ഈ മട്ടൻ സ്റ്റൂ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാം. ഇതിനായിട്ട് നമ്മൾ 500 ഗ്രാം മട്ടനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സവാള വേണം. ഞാൻ വളരെ ചെറിയ സവാളയാണ്, അതൊരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ സവാളയാണെങ്കിൽ ഒരു 2 എണ്ണം എടുക്കാം. പിന്നെ പച്ചമുളക് ഒരു 4 എണ്ണം നെടുകെ കീറിയത് വേണം. പിന്നെ ഒരു ക്യാരറ്റ് ഇങ്ങനെ ഒരു ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി വേണം, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. പിന്നെ സ്പൈസസ് ആയിട്ട് നമുക്ക് സിനമൺ സ്റ്റിക്ക് വേണം. അതുപോലെ തന്നെ ഒരു 3 ഗ്രാമ്പു, 3-4 ഗ്രാമ്പു, അതുപോലെ തന്നെ ഏലക്ക ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇത് ഞാൻ ഒരു 10-12 അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ വെച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ട് അരച്ചെടുത്തതാണ്. അപ്പം അത് വേണം. പിന്നെ അതുപോലെ തന്നെ 2 പാല്, അത് 2ാം പാലാണ്. 1 കപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ള പാലാണ്. മുൻപാല് അല്ലെങ്കിൽ 1ാം പാല് വേണം. അതിപ്പോൾ ഒരു 1/4 കപ്പ് ഉണ്ട്. അതിൽ നമ്മൾ വെള്ളമൊന്നുമില്ല, തനി പാല് മാത്രമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ്, അതുപോലെ തന്നെ കുരുമുളക്, ഗരം മസാല, പിന്നെ വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ കുക്കിംഗ് പരിപാടി തുടങ്ങുവാണ്. ഞാൻ കുക്കറിലാണ്, കാരണം മട്ടന് കുറച്ച് വേവ് ഉണ്ടാവില്ല. അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ, അതുപോലെ തന്നെ പട്ട 2 കഷ്ണം, ഏലക്ക ഒരു 3 കഷ്ണം, ഇത്ര ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് സവാള എടുത്തു വെച്ചിട്ടുണ്ട്, സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. സവാള ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടും. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ഇട്ടുകയാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒന്നെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കും. ഇപ്പൊ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ നമുക്ക് നോക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം വെന്തോന്നുള്ളത്. മട്ടൻ വെന്തിട്ടുണ്ട്, തുറന്നു നോക്കാം. വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2ാം പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. ഇതാ ഇത് നല്ലപോലെ തിളച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഒരു ഏകദേശം ഗ്രേവിക്ക് എത്രയാ തിക്നെസ് വേണ്ടതെന്നൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ, ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്രേ ആവട്ടെ. ഏതാണ്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, നേരത്തെയും കുരുമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പൊ അത് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക.
1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതാ കറിവേപ്പില. ഇത്രയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് 1 പാല് ചേർക്കുകയാണ്. 1 പാല് ചേർക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അധികം തിളക്കൊന്നും വേണ്ട. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. നമ്മുടെ മട്ടൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഗീ റൈസിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗീ റൈസിൻ്റെ കൂടെ മാത്രമല്ല, പത്തിരി, അതുപോലെ അപ്പം, വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം ഇതുപോലെ ഇത് അധികം പണിയുള്ളതൊന്നും അല്ല, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ അങ്ങ് ചെയ്യുക. നല്ല അടിപൊളി മട്ടൻ സ്റ്റൂ റെഡിയാവും. അപ്പം എല്ലാവരും ഈ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ.